ഹലോ, കെ പി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, സ്കൂളിലെ ഓണാഘോഷ പരിപാടീൻ്റെ ചെറിയൊരു വ്ളോഗാണ്. രാവിലെ തന്നെ ഇതാ പൂക്കൂടിയെല്ലാം എടുത്തിട്ട് പൂ പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാനല്ല, ഇത് അച്ഛനും മക്കളും കൂടിയാണ് പൂ പറിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ രാവിലെ തന്നെ പൂ പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. സ്കൂളിലേക്ക് എല്ലാവരും പൂ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പ്രാവശ്യം ക്ലാസ് തലത്തിലുള്ള മത്സരമൊന്നുമില്ല, സ്കൂളിൽ മൊത്തത്തിലൊരു പൂക്കളം ഇടാനാണ് കേട്ടോ പ്ലാൻ. അതുകൊണ്ട് എല്ലാവരും പൂവ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെമ്പരത്തിയെല്ലാം പറിച്ചു. എന്നിട്ട് ഇത് അപ്പുറം ഏട്ടത്തിയമ്മേൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്ത് ഒരു സൈസ് മഞ്ഞപ്പൂവുണ്ട് കേട്ടോ, കുഞ്ഞ് നമ്മളെ സൺഫ്ലവറിൻ്റെ ഒരു ചെറിയ രൂപം, അങ്ങനത്തെ ഒരു പൂവില്ലേ, അതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അവർ പൂപ്പറിക്കാൻ പോയി. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്, എന്നിട്ട് വേണം വേഗം അപ്പുറത്തേക്ക് പോകാൻ. രണ്ടാൾക്ക് സാരി ഉടുപ്പിച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. നമ്മളെ മാളൂനും പിന്നെ നമ്മളടുത്ത വീട്ടിലെ കുട്ടിക്കും സാരി ഉടുപ്പിച്ച് കൊടുക്കാനുണ്ട്. അവർ സാരിയാണ് കേട്ടോ ഓണാഘോഷ പരിപാടിക്ക് ഇട്ടിട്ട് പോകുന്നത്. അങ്ങനെ തലേനെ സാരിയെല്ലാം തേച്ച് സെറ്റല്ലാക്കി വെച്ചിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാരിയെല്ലാം ഉടുപ്പിക്കാൻ പറ്റി. പിന്നെ ഇവരെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ, ഒരുങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഉള്ളത്. അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അതിൻ്റെ ഇടയിൽ നമ്മളെ നന്ദുവും ദേവും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് ഓണാഘോഷമായതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഡ്രസ്സിങ് തന്നെയാണ് കേട്ടോ എല്ലാവരും. ദേവൂട്ടീൻ്റെ ഡ്രസ്സ് നന്ദുവിൻ്റെ പണ്ടത്തെ ഡ്രസ്സാണ്, നന്ദുവിൻ്റെ അല്ല അനുവിൻ്റെ പണ്ടത്തെ ഡ്രസ്സാണ്. അത് നന്ദു ഇട്ടു. ഇപ്പം ഞാനത് വീണ്ടും ചെറുതാക്കിയിട്ട് ദേവുവിന് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം അന്നേരം എടുത്ത ഫോട്ടോസ്. അങ്ങനെ മാളും നന്ദു നേരത്തെ റെഡി ആയിട്ട് അവർ പോയി. ഇതാ ഞാനും ഏട്ടമ്മയും ദേവും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മുല്ലപ്പൂവെല്ലാം ഉണ്ടായിനെ, അതെല്ലാം തലയിൽ വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. എന്തായാലും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. സാധാരണ ഇങ്ങനെ ഒരുങ്ങാനൊന്നും വിടൂല ദേവൂട്ടിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഒരുങ്ങുന്നതൊന്നും. പിന്നെ പാവാട ഈ കുപ്പായെല്ലാം ഇട്ടാൽ അത് കുത്തുന്നതെന്നെല്ലാം പറയും. പക്ഷെ എന്തോ വലിയ പ്രശ്നമില്ലാണ്ട് പോയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു മാലയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞിട്ട് അമ്മ പോകണ്ടെന്നും പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയിട്ടില്ല, ഞാൻ അടുത്ത് തന്നെ നിന്നു. പിന്നെ രക്ഷിതാക്കളെയും അവർ ക്ഷണിച്ചിട്ടുണ്ടായിനി, അതുകൊണ്ട് നമുക്കവിടെ നിൽക്കാമല്ലോ. പിന്നെ അങ്ങനെ ഇതാ പോയി സ്കൂളിലെ പരിപാടികളെല്ലാം കണ്ടു. അപ്പോൾ കുഞ്ഞുമക്കളെല്ലാവരും പൂവ് കൊണ്ടുവന്നിട്ടുണ്ടായിനെ. അപ്പോൾ എല്ലാവരും ഇതാ കൊണ്ടുവന്ന പൂവ് ഇങ്ങനെ അവിടെ ഒരു ഇലയിലേക്ക് ഇങ്ങനെ തട്ടി വെക്കുമെന്ന്, എന്നിട്ട് വേണം അതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് മുകളിൽ പൂവിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ LKG-യിലെയും UKG-യിലെയും എല്ലാ കുട്ടികളും എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പട്ടുപാവാടിയും കണ്ട, ഒരാൾ ധാവണിയും, എല്ലാവരും കളർ ഡ്രസ്സിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. കുഞ്ഞി ചോട്ട ചക്കന്മാരെല്ലാം മുണ്ടും പിന്നെ ജുബ്ബയെല്ലാം ഇട്ടിട്ട് വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പൂവെല്ലാം സെറ്റാക്കിയിട്ടാകുമ്പോൾ ഇവരെ നേരെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകാന്ന്, പരിപാടി നടക്കുന്നിടത്തേക്ക്. അപ്പം ലൈനായിട്ട് ഇതാ മക്കളെല്ലാവരും മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ മുകളിൽ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഇവരെ മത്സരങ്ങളും കാര്യങ്ങളെല്ലാം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓണസദ്യ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അധികം വോയിസ് ഓവർ എടുത്തിട്ട് ഇത് ബോറാക്കുന്നില്ല. നിങ്ങളെന്തായാലും മക്കളെ പരിപാടികളെല്ലാം കണ്ടിട്ട് വാ.
ഓണാഘോഷ പരിപാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ മോളെ കൂടെ ക്ലാസ്സിൽ തന്നെ ആയതുകൊണ്ട് ഒരുപാടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുള്ള് സ്കൂളിലെ കുട്ടികളുടെ ഡ്രസ് കോഡും കാര്യങ്ങളായിട്ട് ഭയങ്കര കളർഫുള്ളായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇതാ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഓണസദ്യയും പായസവും എല്ലാം കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.